CPM-ഉം CPI-യും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഫെഡറൽ സിസ്റ്റത്തിലുള്ള കടന്നുകയറ്റം എന്നാണ് വിമർശനം വരുന്നത്. അതായത് ഒരേ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ ദേശീയ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയുള്ള പ്രചാരണം നടത്തുവാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം സാധാരണഗതിയിൽ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നയവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു നയവും സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇത് രണ്ടും ഒന്നിച്ച് നടക്കുന്ന സമയത്ത് എന്ത് നയം എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകുന്നത്. കാരണം ഇവിടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ CPI-ഉം കോൺഗ്രസും കൂടിയിട്ട് INDA എന്ന് പറയുന്ന ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് BJP-ക്കെതിരെയാണ് മത്സരിക്കുന്നത്. അതേസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രണ്ട് ഘടകകക്ഷികൾ തന്നെ പരസ്പരം വീറോടും വാശിയോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും എന്ന ആശങ്ക വരുന്നത്. എന്നാൽ ആ വാദം നമ്മൾ ഗൗരവമായിട്ട് എടുക്കണമെങ്കിൽ, അതായത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു നിർദ്ദേശം അത് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണെങ്കിൽ ഈ രാജ്യം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒറിജിനൽ തെരഞ്ഞെടുപ്പിന്റെ സങ്കല്പം അങ്ങനെ ഒന്നായിരുന്നു നമ്മൾ പറയേണ്ടി വരും. അതായത് ഈ രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള ഭരണഘടന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ വിഭാവനം ചെയ്തിരുന്നത്. കാരണം എന്താ? കാരണം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. 1951 മുതൽ 1967 വരെ നടന്നിട്ടുള്ള 4 പൊതു തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ഒരേ സമയമാണ് നടന്നിട്ടുള്ളത്. 52-ലെ തെരഞ്ഞെടുപ്പ്, 57-ലെ തെരഞ്ഞെടുപ്പ്, 62-ലെ തെരഞ്ഞെടുപ്പ്, 67-ലെ തെരഞ്ഞെടുപ്പ്. 67-ന് ശേഷം പല സംസ്ഥാനങ്ങളും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീണുപോവുകയും കേന്ദ്ര സർക്കാർ തന്നെ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുള്ള കൺഫ്യൂഷനിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു വ്യവസ്ഥയില്ലായ്മയിലുമാണ് പല സമയങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും വർഷം തോറും തെരഞ്ഞെടുപ്പ് നടക്കുകയും 5 വർഷത്തിനിടയ്ക്ക് 30 തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്ന ഈ ഒരു വ്യവസ്ഥയിലേക്ക് വന്നത്. ഇത് തിരുത്തണമെന്നും ഇത് ഭരണഘടനയുടെ ഒറിജിനൽ സങ്കല്പത്തിന് വിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ രാജ്യം സ്ഥാപിച്ചിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സങ്കല്പത്തിന് വിരുദ്ധമാണെന്നും ആ കാലഘട്ടം മുതൽ തന്നെ 67 മുതൽ തന്നെ ആവശ്യമുള്ളതാണ്. 1982 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ ആവശ്യം പറയുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം പറയുന്നുണ്ട്. 1999 107-ാം റിപ്പോർട്ടിൽ അന്നത്തെ ലോ കമ്മീഷൻ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. 2015 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സങ്കല്പം നടത്താൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. 2019 തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിന്, 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ ഇത് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. ഈ ഹൈ ലെവൽ കമ്മിറ്റി ഇതിന്റെ എല്ലാ തലങ്ങളും പഠിച്ചുകൊണ്ട് 18,000 പേജുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിലാണ് രാഷ്ട്രത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു ചിന്തയിൽ മുൻനിർത്തുന്ന ഏതൊരാൾക്കും ഈ പറയുന്ന ആവശ്യത്തെ നിരാകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട്. പക്ഷേ ഇതൊരു പ്രസിഡൻഷ്യൽ രീതിയിലെ കാര്യങ്ങൾ പോകുന്ന പോലെയാകില്ലേ? അതായത് ഒരേ സമയത്ത് തന്നെ ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ ഒരു പ്രസിഡൻഷ്യൽ രീതി എന്ന രീതിയിലേക്ക് ഇല്ല, ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, ആ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം. കാരണം അവരുടെ ആശങ്ക വേറെയാണ്. അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവർ സ്വീകരിച്ചു വരുന്ന നിലപാടില്ലായ്മയുടെ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കും ഇത്തരത്തിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള ആശങ്ക. ഒരേ സമയത്ത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 2 രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എത്രയും രാജ്യത്തുണ്ടല്ലോ. എല്ലായ്പ്പോഴും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ഈ വർഷം നമുക്ക് നോക്കാം. ഇപ്പൊ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, 4 സംസ്ഥാനങ്ങളിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റിലേക്ക് BJP ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ 4 സംസ്ഥാനങ്ങളിലും BJP തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്നും അവർക്ക് വിവേചനാധികാരം ഉണ്ടെന്നും അവർക്ക് പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രയോറിറ്റിയും നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രയോറിറ്റിയും വെക്കാനുള്ള ചിന്താശേഷി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ജനങ്ങൾ വിഡ്ഢികളാണെന്നും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവർ ഒറ്റ പോയിന്റിന്റെ മുകളിൽ മാത്രം വോട്ട് ചെയ്ത് പോകുന്നു, അങ്ങനെ ഈസിലി സ്വേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നും നമ്മൾ ജനങ്ങളെ പറ്റി വിചാരിച്ചാൽ. ശങ്കുറ്റിദാസ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമാണല്ലോ എന്ന ചോദ്യത്തിനാണ് ശ്രീ ശങ്കുറ്റിദാസ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ദേശീയ തലത്തിലെയും സംസ്ഥാന തലത്തിലെയും വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുവാനായിട്ട് വോട്ടർമാർക്ക് കഴിയും. അതിനെ ചോദ്യം ചെയ്യുന്നതായി പോയി ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള കടന്നുകയറ്റം എന്നുള്ള ആരോപണമെന്നാണ് ശംഖുവിൻ്റെ മറുപടി. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്?
ശംഖുവിന്റെ വിശദീകരണം ഞാൻ കേട്ടു. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം കൃത്യമായിട്ട് BJP ഒരു നയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ചോദിക്കാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒന്നാം കാരണം എന്ന് വെച്ചാൽ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏത് നയപരമായ വികസന ദൗത്യമാണ് തെരഞ്ഞെടുപ്പ് കാരണം നടപ്പാക്കാതെ പോയത്? ഒരു ഉത്തരം പറയണം. ഒന്നാം കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരുന്നതിന് BJP മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന് പറഞ്ഞാൽ വികസനത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ വികസന ദൗത്യം അല്ലെങ്കിൽ നയപരമായിട്ട് ഈ പരിപാടി തെരഞ്ഞെടുപ്പ് കൊണ്ട് പരാജയപ്പെട്ടു എന്ന് അവർ പറയട്ടെ. പറയാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വളരെ വ്യക്തമാണ്. പുതിയ സ്കീം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പുതിയ സ്കീം കൊണ്ടുവരുന്നുള്ളതാണ്. വേറൊന്നും പറഞ്ഞിട്ടില്ല. പ്രഖ്യാപിച്ച സ്കീമുകൾ നടപ്പിലാക്കുന്നതിനോ ദേശീയപാതയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊന്നും യാതൊരു തടസ്സമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരത് പവാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഏറ്റവും 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും തെരഞ്ഞെടുപ്പിനൊപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും കൂടി നടത്താൻ പറ്റാത്തത് എന്താണ്? അതായത് മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ കാര്യം ഇപ്പൊ പരിങ്ങലാണ്, ജാർഖണ്ഡിൽ ഞങ്ങളുടെ കാര്യം പരിങ്ങലാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഹരിയാനയും ജമ്മു കാശ്മീരും നടത്തുമ്പോൾ അതിന്റെ കൂടെ അത് വേണ്ട. ഇത്തരത്തിലുള്ള വളരെ രാഷ്ട്രീയപരമായ ഒരു പാപ്പരത്വം കഴിഞ്ഞ ആഴ്ച കാണിച്ചവരാണ് ഇപ്പൊ വലിയ ഘോരം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനി വേറൊരു കാര്യം, ഈ കോവിഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിൽ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, അതായത് നിയമസഭയിലേക്ക് ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം 100 ദിവസം കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുക, ലക്ഷം ആൾക്കാർ ഒരു ലോകസഭയ്ക്കും നിയമസഭയ്ക്കും വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയ ശേഷം 3 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരണം വീണ്ടും വോട്ട് ചെയ്യാൻ വേണ്ടി. എന്തൊരു അസംബന്ധം! അടുത്ത അസംബന്ധം ഞാൻ പറഞ്ഞുതരാം. അതായത് അഥവാ ഇപ്പൊ കേരള നിയമസഭ നമ്മൾ 5 വർഷത്തേക്ക് വന്നു, 4 വർഷം കഴിഞ്ഞ് അതിന്റെ ഭൂരിപക്ഷമില്ലാതെ ഡിസോൾവ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. പിന്നീട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്താണെന്നറിയോ? അവശേഷിക്കുന്ന 1 വർഷത്തേക്ക് വേണ്ടി മാത്രമാണ്. ഈ രാജ്യസഭയിലൊക്കെ നമ്മളിപ്പോ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒരാള് രാജിവെച്ചു കഴിഞ്ഞാൽ അയാളുടെ അവശേഷിക്കുന്ന കാലാവധിയിലേക്ക് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ്. രാജ്യസഭയ്ക്ക് പറ്റും, നിയമസഭയ്ക്ക് പറ്റുമോ, ലോകസഭയ്ക്ക് പറ്റുമോ? അപ്പൊ എത്രത്തോളം ഹ്രസ്വദൃഷ്ടിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ പ്രതിസന്ധി എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം സംശുദ്ധമല്ലാത്തതിന്റെ കാരണം എന്താണ്? പേശിബലവും പണാധിപത്യവുമാണ്. അല്ലാതെ ഇലക്ഷൻസ് നടക്കുന്നുള്ളത് കൊണ്ടല്ല. പേശിബലവും പണാധിപത്യവും. സ്വതന്ത്ര നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി 1 ലക്ഷം കോടി രൂപ മുടക്കി. ഏറ്റവും കൂടുതൽ പണം മുടക്കിയാരാണ്? BJP അല്ലേ? അവർക്ക് സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേണ്ടി എന്നാൽ ഞങ്ങൾ ഇനി ഒരു സ്ഥാനാർത്ഥിയുടെ മുകളിൽ ചെലവഴിക്കുന്ന തുക കുറയ്ക്കുമെന്ന് പറയണ്ടേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്നതിന്റെ 1000 മടങ്ങാണ് തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലും ഉത്തർപ്രദേശിലൊക്കെ ഇവർ മുടക്കുന്നത്. അപ്പൊ യഥാർത്ഥ നമ്മുടെ മുറിക്കുള്ളിൽ ഒരു എലഫന്റ് ഉണ്ട്, വലിയൊരു ആനയുണ്ട്. ആ ആനയെ കാണാതെ നമ്മൾ ഈ പറഞ്ഞ യഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങളുടെ പുറകെ പോകുന്നതിന്റെ പ്രശ്നമാണിത്. ഇനി ഈ പറയുന്ന നമ്മൾ ജനങ്ങൾ എന്ന് പറയുന്ന കൃത്യമായിട്ട് കൺവിൻസ്ഡ് ആയിട്ട് വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും വൈകാരിക മുഹൂർത്തങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഒരു വൈകാരിക ധ്രുവീകരണമായിരുന്നില്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം. അപ്പോൾ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വൈകാരിക വിഷയങ്ങൾ പ്രതിഫലിക്കാറുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത, നമ്മൾ എന്തുകൊണ്ടാണ് ഫെഡറൽ സംവിധാനം വെക്കുന്നത്? ഇപ്പൊ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത സംവിധാനം എന്ന് പറയുന്ന ഇലക്ഷൻ സെപ്പറേറ്റ് തന്നെയാണ്. ഒരുമിച്ച് നടന്നു പോയി എന്നുള്ളത് കൊണ്ട് സെപ്പറേറ്റ് ഇലക്ഷന്റെ സാങ്ക്ടിറ്റി ഇല്ലാതാകുന്നില്ല. അപ്പോൾ ഒരു രാജ്യം രൂപീകൃതമാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുമിച്ചാണ് ഭരണസമിതികളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനർത്ഥം ഒരുമിച്ച് എന്നുള്ള പോയിന്റിലല്ല, തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ അടിവരയിടേണ്ടത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ വിക്ഷേപിക്കുന്ന ഒരു വിഷയമാണോ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ യഥാർത്ഥത്തിൽ പാർലമെന്ററി ഇലക്ഷൻ ചർച്ച ചെയ്യേണ്ടത്? അല്ല. അപ്പൊ ഏകമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണിത്. മാത്രമല്ല ഈ ബിജെപിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാഷ്ട്രം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു നേതാവ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഒരു അനുബന്ധം മാത്രമാണ്. എന്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, തെരഞ്ഞെടുപ്പ്
ചെലവേറിയതാകുന്നതിന്റെ കാരണം രാഷ്ട്രീയ പാർട്ടികൾ പണം പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ വ്യക്തമായ ഒരു കണക്കുണ്ട്. എന്നാണ് കണക്ക്? അതായത് ലോകസഭയിലേക്കും നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു പൗരൻ യഥാർത്ഥത്തിൽ ഒരു വർഷം മുടക്കുന്ന 10-12 രൂപ മാത്രമാണ്. വളരെ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമാണ് ആ പൗരന്റെ പൗരന് ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പണം ആരുടെയാ പോകുന്നത്? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പണമല്ലേ. അപ്പം ആദ്യം ശുദ്ധീകരിക്കേണ്ടത് അതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കുന്നതിന് പകരം യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടെ പരിഹാരം ഉണ്ടാകുന്നതിന് ശരി ശരി ശ്രീ ജോൺ ബ്രിട്ടാസ് അല്പസമയം കൂടി തുടരണം. ശങ്കുറ്റിദാസ് അതിനുള്ള മറുപടി. ഒന്നാമത് ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ഏത് വികസനമാണ് ഇങ്ങനെ ഒരുമിച്ചല്ലാതെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് മൂലം മുടങ്ങിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ, അത് പറയണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ തികച്ചും ഹ്രസ്വദൃഷ്ടിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു ഈ കാലാവധി തീരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ഇനി കാലാവധി ബാക്കിയുള്ളതെങ്കിലും ആ ഒരു വർഷത്തേക്കായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. തൊട്ടടുത്ത വർഷം പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഒരുമിച്ചും നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഹ്രസ്വദൃഷ്ടിയോടെ ഇതിനെ സമീപിക്കുന്നതിന് ഉദാഹരണമാണ് എന്നും ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുള്ള മറുപടി ശ്രീ ശങ്കുറ്റിദാസ്. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു നേതാവ് എന്നതിന്റെ അടുത്ത ചുവടുവെപ്പ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. നോക്കൂ, ഇങ്ങനെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം നടത്തുമ്പോൾ അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിന്റെ കോൺസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഉയർന്നു വരുന്ന ഒരു വാദമാണ് അതിനിടയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സർക്കാർ വീണുപോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് തുടർച്ചയില്ലാണ്ട് കഴിഞ്ഞാൽ അവിടെ പിന്നീട് ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമല്ലോ എന്ന്. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് 1967 മുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ പല കാലഘട്ടങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് അതിന് പറയുന്ന ഒരു കാര്യം, എത്ര കാലമാണോ സർക്കാരിന് കാലാവധി ബാക്കിയുള്ളത് അത്ര കാലത്തേക്ക് മാത്രം പുതിയ സർക്കാരിനെ തുടരാം. വീണ്ടും രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് അടക്കം എല്ലാ സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുന്നുള്ളതാണ്. അതത്ര ശരിയായിട്ടുള്ള നിർദ്ദേശമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വീണ്ടും ചോദ്യം ഉത്തരവുമാവാം. ആ കാര്യത്തിൽ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിനവസാനവും ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിനെ ക്യാബിനറ്റ് അംഗീകരിക്കുകയും അത് പാർലമെന്റിൽ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അശ്വിനി വൈഷ്ണവ് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്, കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറയട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളെയും എല്ലാ ഗുണങ്ങളെയും നിഷേധിക്കാനുള്ള ഒരു ന്യായമല്ല. ഇവിടെ ഞാൻ പറയുന്നു, ഇപ്പൊ ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MP കഴിഞ്ഞ തവണ സംസാരിച്ചത്. അല്ല, ഏറ്റവും ആദ്യത്തെ കാര്യം കോസ്റ്റ്ലിയാണ്. ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി വരുന്ന ചെലവ്. അദ്ദേഹം 1 ലക്ഷം കോടിയുടെ എസ്റ്റിമേറ്റിനെ പറ്റി പറഞ്ഞു. എന്റെ വായനയിൽ 60,000 കോടി രൂപ 2019 തെരഞ്ഞെടുപ്പിലെ ചെലവിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിച്ചു. ഇപ്പൊ അത് 1 ലക്ഷം കോടി ആയിട്ടുണ്ടെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും അത് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ 4,000 കോടി രൂപ മുതൽ 5,000 കോടി രൂപ വരെ ചെലവ് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രാജ്യത്ത് മുഴുവൻ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇലക്ഷൻ എക്സർസൈസുമായി ബന്ധപ്പെട്ട ചെലവ് എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയോളമാണ്. ഇതിൽ 5,000 കോടിയോ 6,000 കോടിയോ ആണ് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം വഹിക്കുന്നതെങ്കിൽ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പണാധിപത്യം കാണിക്കുന്നതാണ്. അതാണ് നിർത്തേണ്ടത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ പമ്പ് ചെയ്തിരിക്കുന്ന പണമാണ് എന്നാണ് ശങ്കു ജോൺ ബ്രിട്ടാസ് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം ആ വാദത്തിൽ നിൽക്കുകയാണ്. നോക്കൂ, ഞാൻ ആ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് എന്താണ്? ഒരുമിച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഏതാണ്ട് മൊത്തം ഇലക്ഷൻ എക്സ്പെൻഡിച്ചറിനെ പകുതിയോളമായിട്ട് ചുരുക്കാൻ സാധിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പാർട്ടികളുടെ ഫണ്ട് എന്ന് പറയുന്നത് ഏത് ഫണ്ടാണ്? ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫണ്ട് തന്നെയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്കല്ലേ ഫണ്ട് ഉള്ളത്, ജനങ്ങൾക്ക് ഇതിൽ ചെലവില്ലെന്ന് പറയുന്നത് രാജ്യത്തിന്റെ വിഭവശേഷി തന്നെയാണ് അനാവശ്യമായിട്ട് ഒന്നിലേറെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ചെലവഴിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഞാനൊന്ന് മുഴുവനാക്കിയതിനു ശേഷം അങ്ങ് ഇടപെട്ടോളൂ. ഞാൻ അങ്ങ് പറയുന്നത് മുഴുവൻ വളരെ ക്ഷമയോടുകൂടി കേട്ടിട്ടുള്ള ആളാണ്. ഞാനൊന്ന് മുഴുവനാക്കിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം, അത് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു എലിമെന്റ് ആണ്. ഗവൺമെന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതായത് ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 45 ദിവസങ്ങൾ മുതൽ 60 ദിവസങ്ങൾ വരെയാണ്. ഈ 60 ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നിർണായകമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്റ്റുകളോ
പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന് പുതുതായിട്ട് എന്തെങ്കിലും വലിയ ജനക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ ഏതെങ്കിലും ഒരു പ്രത്യേക വർഷത്തിലോ പ്രത്യേക മാസത്തിലോ അല്ല നടക്കുന്ന, എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തിനിടയിൽ 30 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഏതാണ്ട് 6 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു എന്നാണ്. അപ്പൊ എല്ലാ സമയത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ഒരു സംവിധാനയുടെ ബാധകമായിരിക്കും. അതായത് അത് വികസനത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് താങ്കൾ പറയുന്നത്. ശംഖു, ഒരു കാര്യം കൂടി ജോൺ ബ്രിട്ടാസ് ഇവിടെ ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് താങ്കൾ ഈ പറഞ്ഞത് തന്നെയാണ്. ഏത് വികസന പ്രവർത്തനത്തെയാണ് തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുള്ള മറുപടി ആയിട്ടാണ് താങ്കൾ ഇത് പറയുന്നത്? ഞാൻ അതിന് ഉത്തരം തന്നെ പറയുന്നത്. നമ്മൾ അത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തെ പറ്റി ഞാൻ പറയുമ്പോൾ ഏത് പ്രത്യേകമായിട്ടുള്ള വികസന പ്രവർത്തനമാണ് തടഞ്ഞതെന്ന് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള ചോദ്യമല്ല. ഞാൻ പറയുന്നത് ഒരു ജനറൽ ഇഷ്യൂനെ സംബന്ധിച്ചാണ്. എത്രയോ നടക്കാമായിരുന്ന വികസന പദ്ധതികൾ കാലം നീണ്ടുപോയിട്ടുള്ളതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസി, അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. ഈ രാജ്യത്തിലെ എല്ലാ വർഷവും 6 തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമ്മുടെ ബ്യൂറോക്രസിയുടെ വലിയൊരു വിഭാഗം എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പണിയുമായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ബാക്കിയുള്ള ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കേരള സംസ്ഥാനത്ത് ഓരോ 1.5 വർഷം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസിനെ എത്രത്തോളമാണ് ബാധിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് റോളുകൾ തയ്യാറാക്കുന്നത് മുതൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് വരെയുമായിട്ടുള്ള പണികളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആൾക്കാർ വളരെയേറെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇത് ഒറ്റ തവണയാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോമൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളും ഐഡന്റിറ്റി കാർഡും ഇവിടെ ഒരേ ആൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന പ്രശ്നം. അതേപോലെ തന്നെ ഇലക്ട്രൽ ഫറ്റീഗ് എന്ന് പറയുന്ന എലമെന്റിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പില് നമുക്കറിയാം ആളുകളുടെ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ് വോട്ടർ ടേൺ ഔട്ട് കുറയുന്നത്? വോട്ടർ ടേൺ ഔട്ട് കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ആളുകൾക്ക് ഈ പറയുന്ന എക്സർസൈസിലുള്ള എന്തൂസിയാസം നഷ്ടപ്പെടുന്നു. കാരണം ഇതൊരു റെഗുലർ എക്സർസൈസ് ആവുന്നു. നിരന്തരമായിട്ട് ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. അടുത്ത വർഷം വേറെ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞാൽ അടുത്ത വർഷം വേറെ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇങ്ങനെ ഈ സംവിധാനവുമായിട്ട് നിരന്തരമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് വോട്ടർ ഫറ്റീഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വർക്കൗട്ട് ചെയ്യുകയും ആളുകൾ ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ വോട്ടർ ടേൺ ഔട്ട് ഉറപ്പുവരുത്താനും താങ്കളുടെ ന്യായങ്ങൾ ശ്രീ ജോൺ ബ്രിട്ടാസ് അതിനുള്ള മറുപടി, താങ്കൾക്ക് മറുപടി പറയാൻ സമയം വേണമെന്ന് പറഞ്ഞിരുന്നു. താങ്കളുടെ മറുപടി ഇപ്പോൾ കേരളത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ 5 വർഷത്തിൽ 3 വർഷവും തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. ഒരു വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതിലൊരു മാറ്റം വരുന്നു. 5 വർഷം കൂടുമ്പോൾ ഒറ്റ തെരഞ്ഞെടുപ്പ്. ഇതാണല്ലോ ഇനി നടക്കുവാൻ പോകുന്നത്. ശരി, മറുപടി. മഞ്ജുഷേ, ആദ്യം തന്നെ നമ്മുടെ വാദഗതിയുടെ പ്രമായിസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ച, ഇപ്പോൾ ഇവിടെ ശംഖു പറഞ്ഞ പ്രകാരം തിരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് വലിയൊരു ബാധ്യതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടാന്നൊക്കെ വെച്ചാൽ പ്രശ്നം തീർന്നോ? സാറേ, ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭരണാധികാരികളെയും അക്കൗണ്ടുകൾ ആക്കാനുള്ളൊരു പ്രക്രിയയാണെന്നത്. മാത്രമല്ല, ജനാധിപത്യം നമ്മുടെ രാജ്യം തിരഞ്ഞെടുത്തപ്പോൾ അത് വളരെ ചെലവേറിയതായിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി. യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനാത്മകമായ ഒരു വശത്തെ നിങ്ങൾ നിഷേധാത്മക വശമായി കാണുന്നതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇതുപോലുള്ള വാദഗതികൾ ശംഖു ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്തോ വലിയ ബാധ്യതയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടേ? അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാജവാഴ്ചയോ സ്വേച്ഛാധിപത്യമോ കൊണ്ടുവരാം. തെരഞ്ഞെടുപ്പിന്റെ ചെലവും ബാധ്യതയും ആ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതാണോ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? രണ്ടാമത്തെ കാര്യം, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞതിനെ അദ്ദേഹം മിക്സപ്പ് ചെയ്തു. അതായത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പണാധിപത്യത്തിലും പേശുബലത്തിലും ആഴ്ന്നിറങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ ആക്ച്വൽ ചെലവല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അമിതമായിട്ട് പണം ഇലക്ട്രൽ ബോണ്ടിലൂടെയും മറ്റും ചെങ്ങാത്ത മുതലാളിമാരിലൂടെയും സ്വരൂപിച്ചിട്ട് പമ്പ് ചെയ്യുന്നതാണ്. അത് ഇലക്ഷന്റെ നമ്പർ ഓഫ് ഇലക്ഷൻസ് കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ആ പണം കുറയുമെന്ന് പറയുന്നത് എന്തൊരു വിഡിത്തമാണ്. ആ പണം കൂട്ടുകയുള്ളൂ. എന്താ കാരണം? അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകണമെന്നുള്ളപ്പോൾ പണം കൂടുതൽ ഉപയോഗിക്കും. അതായത് അദ്ദേഹം തന്നെ കഴിഞ്ഞ പറഞ്ഞു 60,000 കോടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ 2019 ചെലവഴിച്ചെങ്കിൽ അത് 1 ലക്ഷം കോടിയായി. അതിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും റാഷണൽ വെച്ചിട്ടാണോ ആ വർധന വന്നത്? അല്ല. എന്താ കാരണം?
ഈ പറയുന്ന BJP-യെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണം പമ്പും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പരിഷ്കാരം കൊണ്ടുവരേണ്ടത്. ഇലക്ട്രൽ റിഫോം സംബന്ധിച്ച് എത്രയോ കമ്മിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളിലെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പൊ ആദ്യം അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ എന്റെ ഒരു ചോദ്യത്തോട് ശംഖു ഇവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ അശ്വിനി വൈഷ്ണവിന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മന്ത്രിയും കൂടിയാണ്. എന്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഗവൺമെന്റിന്റെ ഏത് സുപ്രധാനമായ വികസന ദൗത്യമാണ് തെരഞ്ഞെടുപ്പുകാരൻ തകിടം മറിഞ്ഞെന്ന് ധൈര്യം ഉണ്ടേലേ? അത് പറയാതെ കണവണ വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അതിന് ശംഖു മറുപടി നൽകിയത് അതൊരു ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഒരു ഒറ്റ വികസന നേട്ടം അല്ലെങ്കിൽ കോട്ടം എന്ന് പറഞ്ഞ് എങ്ങനെ മാറാൻ പറ്റും? അത് മാത്രമല്ല, അതുകൊണ്ട് ചില വികസന പദ്ധതികളൊക്കെ നീണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം പലതവണയും നിലനിൽക്കുന്നതിനാൽ. മഞ്ജുഷ, ഒരു സെക്കൻഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കരുത്. നമ്മൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് പറയുക. അതായത് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു കേവലപരമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു പെട്ടെന്നൊരു കടർ കുഴിക്കുന്നു, അങ്ങനെയുള്ള പരിപാടി വേണം തടയപ്പെടാം. പക്ഷേ ഒരു സ്ഥായിയായിട്ടുള്ള വികസന പ്രക്രിയ ഒരിക്കലും തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രവർത്തിച്ച ഖുറേഷിയെ പോലുള്ള വ്യക്തികൾ ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചലഞ്ച് ചെയ്യുന്നത്. ശരി, ശ്രീ ജോൺ ബ്രിട്ടാസ്, 2 പേർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒന്ന് ഡോക്ടർ ജി ഗോപകുമാർ, പിന്നെ ശ്രീ പണിക്കർ. ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾക്കും താങ്കളുടേതായ വാദങ്ങൾ ഉണ്ടല്ലോ. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുവാനോ അല്ലെങ്കിൽ അനുകൂലിക്കുവാനോ? തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഈ വന്നിരിക്കുന്ന പുതിയ നയം നിർഭാഗ്യവശാൽ വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 14 തിരഞ്ഞെടുപ്പ് സൈമൾട്ടേനിയസ് ആയിട്ട് മാറി മാറി വരുന്ന ഇലക്ഷനുമായി നടന്ന വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പുകളും ഇത് രണ്ടും നമ്മൾ കണ്ടതാണ്. നമ്മളിത് ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയാണ്, ഒരു ഇലക്ടറൽ ഡെമോക്രസിയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ വരുന്നത് കൊണ്ട് ജനാധിപത്യം ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ, ആ ശക്തി കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. 2, ഈ രാഷ്ട്രീയമെന്ന് പറയുന്നതിനകത്ത് സന്ദർഭത്തിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ സന്ദർഭങ്ങളെ, കണ്ടക്സ്റ്റുകളെയെല്ലാം ഒരുമിച്ച് ഏകോപിച്ച് ഒറ്റ ഫോക്കസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് വാസ്തവത്തിൽ ഭൂഷണമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം. 3, ഇതൊരു ഫെഡറൽ ജനാധിപത്യമാണ്. നമ്മുടേതൊരു പെർഫെക്റ്റ് ഫെഡറൽ സിസ്റ്റമാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും ഒരു ഫെഡറൽ ക്യാരക്ടറിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വലിയ പരിധിവരെ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ ആവശ്യം, രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വിദേശ നയം, ദേശീയ സുരക്ഷ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് അവരുടേതായ തിരഞ്ഞെടുപ്പിൽ അഭിപ്രായ രൂപീകരണത്തിനുള്ള സമയം കൊടുക്കണം. ഇതെല്ലാം ഒരു ഇപ്പോൾ സന്ദർഭത്തിൽ നിന്ന് ഞാൻ സമ്മർദ്ദത്തിലേക്ക് വരികയാണ്, കണ്ടക്സ്റ്റിൽ നിന്ന് പ്രഷറിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് അതനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ ബോധവും സംസ്കാരവുമൊക്കെ വളർന്നോ? നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ പോലും ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് കുറവാണ് താരതമ്യേന. ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരേ സമയം 2 ബാലറ്റോ 3 ബാലറ്റോ നൽകിയാൽ ഇതിന് വ്യത്യസ്തമായി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ ബോധത്തെയാണ് ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടിക്കറ്റ് സ്പ്ലിറ്റിങ്ങിൻ്റെ രീതിയിൽ നമ്മുടെ ഇപ്പോൾ 98 കോടി ജനങ്ങളാണ്, ഇനിയിപ്പോൾ 100 കോടിക്ക് എത്താറായി വോട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതനുസരിച്ച് ആലോചിച്ച് പറയാനോ വ്യത്യസ്തമായിട്ട് എന്നാൽ അസംബ്ലിക്ക് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുക, പാർലമെൻറ്റിൽ ഇത് വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഒരു പൊതുവായ ഒന്നുകിൽ ദേശീയ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പൊതുവായ ഒരു ദേശീയ പ്രാധാന്യമോ ഇഷ്യൂവോ വരാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരുപക്ഷെ ഒരു ട്രാജഡി ആകാം, അതല്ലെങ്കിൽ ഒരു ദേശീയ പ്രതിസന്ധി ആകാം. അത് വരുന്ന ഒരു വികാര തള്ളിച്ചയിൽ സംസ്ഥാന രാഷ്ട്രീയം തന്നെ വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒലിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണത് ഫെഡറലിസത്തിനെതിരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിതിന് അക്കാഡമിക്കായിട്ടാണ് കാണുന്നത്. ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയിൽ
ഇത് പ്രായോഗികമാകുന്ന കാര്യം സംശയമാണെന്ന് ഞാൻ ഇപ്പോഴേ മുൻകൂട്ടി പറയുകയാണ്. കാരണം ഇത് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ഇലക്ഷൻ നടക്കുന്നുണ്ടാകും. സ്വീഡനെ പോലുള്ളൊരു ചെറിയ രാജ്യം, ബ്രിട്ടനെ പോലെ ചെറിയ രാജ്യത്തൊക്കെ സംഭവിക്കും. നമ്മുടെ ഇത്രയും വലിയ അമേരിക്കയേക്കാൾ 4 ഇരട്ടി കൂടുതൽ ജനസംഖ്യയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ജനാധിപത്യ രാജ്യം, ഇവരെ എല്ലാം ഏകോപിച്ച് കൊണ്ടുപോകുന്ന ഒറ്റ അജണ്ടയിലേക്ക് നമുക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വളരെ ശരിയായൊരു കാര്യമാണ്. കാരണം ഈ രാഷ്ട്രീയം എന്നുള്ളത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പല സന്ദർഭങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, സമന്വയം നഷ്ടപ്പെടാം, മുന്നണി രാഷ്ട്രീയത്തിനകത്ത് സ്പ്ലിറ്റുകളുണ്ടാകാം, ഒരു പാർട്ടിക്കകത്ത് തന്നെ പലപ്പോഴും പിളർപ്പുകളുണ്ടാകാം. അങ്ങനെ പിളർപ്പുകളുണ്ടായി ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു ഭരണകക്ഷിയിലൊരു ഭാഗം മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള സാഹചര്യം, അവിടെ ഒരു അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യം. അപ്പോൾ ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 2 കൊല്ലം ആയിക്കൊള്ളട്ടെ, 2 കൊല്ലം അവിടെയും ഏതെങ്കിലും ഇതെല്ലാം പാർട്ടിക്ക് മാത്രം ഗുണകരമായ ഒരു സംവിധാനമായി ഇത് മാറും എന്ന രീതിയിലും പറയാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് ഡബിൾ എഡ്ജഡ് സോഡാണ്. അതെ അതെ, ഇത് തിരിച്ച് സംഭവിക്കാം. ബിജെപിക്ക് വിരുദ്ധമായിട്ടും സംഭവിക്കാം. കാരണം ശ്രീ രാജ്യം ഒട്ടുക്കൊരു ഒഴുക്ക് വരികയാണെങ്കിൽ അത് തിരിച്ച് ബിജെപിക്ക് വിരുദ്ധമായിട്ടും വരാം. ഡബിൾ എഡ്ജഡ് സോഡാണെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ശ്രീ പണിക്കർ, ഇപ്പോൾ 47 രാഷ്ട്രീയ പാർട്ടികൾ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുൻപാകെ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ 32 രാഷ്ട്രീയ പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചു എന്നാണ്. 15 പാർട്ടികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ചില രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് അറിയിച്ചില്ല. ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം നല്ലതാണ് എന്ന് തന്നെയല്ലേ വരുന്നത്? അല്ല, ഇതിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിക്ക് നിലവിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സ്വഭാവത്തിനോട് എനിക്ക് ആശയപരമായിട്ടുള്ള യോജിപ്പില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. അതിന് വ്യത്യസ്തമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചില ആൾക്കാർക്ക് ഇതിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഒരുപക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ ഔട്ട്വേ ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണോ ശ്രീ രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റി ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്, അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും അത് ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയുടെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ചില കാര്യങ്ങൾ അതിൽ ഉണ്ടാകുന്നു എന്നുമുള്ള ഒരു വിമർശനമാണ് എനിക്കുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത്, തീർച്ചയായിട്ടും ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള നിയമസഭകളുള്ള യൂണിയൻ ടെറിട്ടറികളും കേന്ദ്ര സർക്കാരും ഒക്കെ ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ഭാരിച്ച ചെലവുകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉദ്യോഗസ്ഥരുടെ, സൈനികരുടെ, പോലീസിന്റെ ഒക്കെ തന്നെ വിന്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്പം മുമ്പ് ശ്രീ ശംഖു പറഞ്ഞതുപോലെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനുമേൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇമ്പോസ്ഡ് ആവുകയാണെങ്കിൽ പുതിയ സ്കീമുകളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസത്തിനേക്കാൾ പലപ്പോഴും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ BJP സർക്കാർ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ചില ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നതും സർക്കാരിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ബാധിക്കാൻ പാടില്ല എന്നുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമുള്ള തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് പകരം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലീവേ കേന്ദ്ര സർക്കാരിന് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പോളിസികളുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കുറേയധികം ഇളവുകൾ അവരുടെ പോളിസി ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമെങ്കിൽ അതിനെ എങ്ങനെ സാധ്യമാക്കാമെന്ന് ചിന്തിക്കുന്നത് ഒരു ഭാഗവും. 2, തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സാങ്കേതികത ഉപയോഗിച്ചിട്ടാണെങ്കിലും മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചിട്ടാണെങ്കിലും എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടുതൽ പ്രായോഗികമായിട്ടുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ അത് ഈ കോസ്റ്റ് അഡ്രസ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ വിന്യാസത്തിനെയോ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ ഉൾപ്പെടെയുള്ള നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസത്തിനെയോ ഒക്കെ തന്നെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉതകുമായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ശ്രീ പണിക്കർ, മറ്റൊരു കാര്യം ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ എത്ര തവണ നടക്കുന്നോ അതിൽ ഒഴുകുന്ന പണവും ഈ ഒരുമിച്ച് നടത്തുമ്പോൾ ഒഴുകുന്ന പണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ പമ്പ് ചെയ്യുന്ന പണമാണ്. പ്രത്യേകിച്ച് ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഇറക്കുന്ന പണത്തിന്റെ പരമാവധി ഇറക്കുവാനായിട്ട് പാർട്ടികൾ ശ്രമിക്കും. അതായത് BJP എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. താങ്കൾ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞതിനോട്?
അല്ല, ചെലവ് രണ്ട് രീതിയിലുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും ചെലവുണ്ട്, അതേപോലെ തന്നെ ഈ മെഷീനറി റൺ ചെയ്യുക എന്ന് പറയുന്നതിനും ചെലവുണ്ട്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പറയുന്നതനുസരിച്ച് 5 വർഷത്തേക്ക് ഒരു കോമൺ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ സപ്പോസ് 2029 കരുതിക്കൊള്ളൂ, 5 വർഷത്തേക്കുള്ള ഒരു കോമൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് പോലെ കർണാടകയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഒക്കെ ഉള്ളതുപോലെയുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ ഒരു 3-3.5 വർഷം കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്നുവെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് അവിടെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഇൻഫ്ലേഷൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, 2029 ഒരു തെരഞ്ഞെടുപ്പിന് സപ്പോസ് ഒരു 100 കോടി രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷവും മറ്റൊരു തെരഞ്ഞെടുപ്പിന് 100 കോടി രൂപ ആ സംസ്ഥാനത്ത് ചെലവാകുന്നു എന്ന് കരുതുക. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവല്ല, സർക്കാരിനുണ്ടാകുന്ന ഈ മെഷീനറി റൺ ചെയ്യുന്നതിനുള്ള ചെലവാണെന്ന് കരുതിക്കോളൂ. അങ്ങനെ ആ തുക, അതായത് 2029 ജനറൽ ഇലക്ഷനൊപ്പം ചെലവാകുന്ന തുക എത്രയാണോ ആ തുകയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തുക ഒരു സംസ്ഥാനത്ത് വീണ്ടും ചെലവഴിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന പുതിയ സർക്കാരിന് കേവലം 1.5 വർഷത്തെ ആയുസ് മാത്രം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പണത്തിനെ 1.5 വർഷത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നു എന്നും വീണ്ടും 1.5 വർഷം കഴിയുമ്പോഴേക്കും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു തുക വീണ്ടും ഈ മെഷീനറിയുടെ ഭാഗമായിട്ട് കേന്ദ്രം തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുമുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. നേരെ മറിച്ച് ചെറിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവർക്കുണ്ടാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2029 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടി, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ BJPയും കോൺഗ്രസും ഒഴികെ ബാക്കി എല്ലാ പാർട്ടികൾക്കും ഏകദേശം ഒരു സംസ്ഥാന സ്വഭാവമാണുള്ളത്. ദേശീയ പാർട്ടി സ്റ്റാറ്റസ് ഉള്ള പാർട്ടികൾക്ക് പോലും തന്നെയുമല്ല പല സംസ്ഥാനങ്ങളിലും ഭരണത്തിനെ നിയന്ത്രിക്കുന്നതോ അധികാരത്തിലിരിക്കുന്നതോ പ്രാദേശിക പാർട്ടികളുമാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ജനറൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരു 50 കോടി രൂപ സപ്പോസ് ഒരു പാർട്ടിക്ക് ചെലവാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ 3.5 വർഷം കഴിഞ്ഞിട്ട് ഒരു സർക്കാർ മാറുന്ന അല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം വരുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ 386 ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ 1.5 വർഷത്തേക്കുള്ള പരിമിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പണം പമ്പ് ചെയ്യാനായിട്ട് ഈ ചെറിയ പാർട്ടികൾക്ക്, തദ്ദേശ പാർട്ടികൾക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വലിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരുപക്ഷെ കേരളം പോലെയുള്ള സാഹചര്യത്തിൽ CPM ആയാലും ഒക്കെ വലിയ രീതിയിൽ പണം പമ്പ് ചെയ്യാൻ സാധിക്കുമ്പോൾ അവർക്ക് ആ പണം ഇറക്കിക്കൊണ്ട് ഒരുപക്ഷെ അധികാരം അടുത്ത 1.5 വർഷത്തേക്ക് പിടിച്ചെടുക്കുന്നതിനും ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ ഭാവി പരിപാടികൾക്കായിട്ട് വീണ്ടും പണം ഇറക്കുന്നതിനും ഒക്കെ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്നുള്ള പ്രാദേശിക പാർട്ടികളുടെ എല്ലാം തന്നെ സ്വാധീന ശക്തി എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനോടൊപ്പമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ അടുത്ത ജനറൽ ഇലക്ഷനിലേക്ക് എത്ര ടേമാണോ ബാക്കി ഉണ്ടാകുന്നത് ആ സമയത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് മറ്റുള്ള ഓൾട്ടർനേറ്റീവുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലത്തേക്ക് കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുണ്ട്. നോ കോൺഫിഡൻസ് മോഷൻ പ്രതിപക്ഷം അവതരിപ്പിക്കുമ്പോൾ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഇല്ല എങ്കിൽ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് അവർ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് മറ്റൊരു കാര്യം കൊണ്ടുവരിക, കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് ഒരു അവസരം കൊടുത്താൽ എന്താണ് കുഴപ്പം? പ്രതിപക്ഷത്തിന് ഇതേപോലെ നമുക്ക് ഈ ഹാഫ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് പോലെ സഭയുടെ പകുതിക്ക് മുകളിലുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ മറ്റൊരു തെരഞ്ഞെടുപ്പില്ലാതെ ഭരണമാറ്റം ഉണ്ടാകുന്ന രീതിയിലത്തേക്കും, അതല്ല എങ്കിൽ നിലവിലെ സർക്കാർ ഒരു കെയർടേക്കർ സർക്കാർ പോലെ തന്നെ ബാക്കിയുള്ള ടേം പൂർത്തീകരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള മറ്റ് മാർഗങ്ങൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കാണുന്നത് പോലെ ദിവസവും സർക്കാരുകൾ വീഴുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ആ രീതിയിലും നമ്മളുടെ പണം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും സൈന്യത്തിന്റെയും പോലീസിന്റെയും വിന്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ രീതിയിലും, ഇനി അതൊന്നുമല്ല നമ്മൾ ഈ പറയുന്നത് പോലെ കേന്ദ്ര പദ്ധതികളുടെയോ സംസ്ഥാന പദ്ധതികളുടെയോ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ രീതിയിലുമുള്ള ഒരു റിലാക്സേഷൻ ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലത്തേക്ക് കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായിട്ട് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസിയാണ്. ഓരോ സംസ്ഥാനത്തും ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാധീനം എന്ന് പറയുന്നതൊക്കെ തന്നെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ കേരളത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള ഒരു പാർട്ടിക്ക് തൊട്ടടുത്ത സംസ്ഥാനത്ത് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. അവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടിക്ക് ഇവിടെ യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രാദേശികവും തദ്ദേശീയവും സംസ്ഥാനത്തുള്ളതും കേന്ദ്രത്തിലുള്ളതുമായിട്ടുള്ള വിഷയങ്ങളുള്ള തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നിച്ചു പോകുമ്പോൾ,
ഇപ്പോൾ ഒഴിവാക്കാനാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു പാറ്റേൺ ആയിട്ട് നിലവിൽ പോകുമ്പോൾ, ഒരു വലിയ ദേശീയ വിഷയം ഉണ്ടാകുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് അത് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ പലപ്പോഴും ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. എന്തെങ്കിലും രീതിയിൽ അവർക്ക് എതിരായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ അങ്ങനെയും ഉണ്ടാകാം. ഞാൻ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മളെല്ലാവരും തന്നെ ആൾക്കാർക്ക് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെയോ സംസ്ഥാന വിഷയങ്ങളെയോ ദേശീയ വിഷയങ്ങളെയോ ഒക്കെ തന്നെ യുക്തിപൂർവ്വം ചിന്തിച്ച് അവർക്ക് അതിലുള്ള ഉചിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ മതിയായിട്ടുള്ള അവസരം നൽകുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ശരി ശരി ശ്രീ പണിക്കർ, അപ്പോൾ ശ്രീ പണിക്കർ പറഞ്ഞ കാര്യത്തിലും ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞ കാര്യത്തിലും ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് പോലും ആയി തീർന്നേക്കാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒറ്റ പാർട്ടിക്ക് മാത്രം ഗുണകരമാകുന്ന ഒന്നായിട്ട് ഭവിക്കുകയില്ലല്ലോ. ഞാനിപ്പോ ഇത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമുണ്ടാവും, ബാക്കി രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ദോഷമാകും എന്നുള്ള രീതിയിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ അതൊക്കെ ഒരു വളരെ സങ്കുചിതമായിട്ടുള്ളൊരു നിലപാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഭരണഘടന വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഒരു സംവിധാനമുണ്ട്. അതൊരു ഫെഡറൽ സംവിധാനമാണ്. അത് ശ്രീ ഗോപകുമാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിന് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളും വീക്ഷണങ്ങളുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. ഒരു ഏകമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നു. ആ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും യുക്തിപരമല്ല. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. അതായത് ഒരു ഏകകക്ഷി ഭരണമുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മെച്ചപ്പെടുമെന്നുള്ളൊരു സങ്കല്പം ഉപരിവർഗത്തിന്റെ ഇടയിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുക, കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ UPA ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ വളർച്ചാ നിരക്ക് പിന്നീട് വന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ വിഭാവനം ചെയ്യുന്നെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കോവിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മുൻ റിപ്പോർട്ടുകളൊക്കെ, ലോ കമ്മീഷൻ റിപ്പോർട്ടും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുകളും ഒക്കെ യഥാർത്ഥത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഉദാഹരണം പറഞ്ഞാല് ഗവർണറോ പ്രസിഡന്റോ അവര് ഡിഫാക്ടോ ഭരണാധികാരികളായി മാറണം എന്ന് പറഞ്ഞാൽ, അതായത് അഥവാ ഒരു ഗവൺമെന്റ് ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ മന്ത്രിസഭ പിരിച്ചുവിടുന്ന സമയത്ത് ഗവർണർ ഭരിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വളരെ എന്താ പറയാ ഹാപ്പസാഡായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പല കമ്മിറ്റികളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മൾ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികളെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചെലവ്, അതിന് ഇൻകൺവീനിയൻസ്, അതിന്റെ അസൗകര്യങ്ങളാണോ പ്രധാനം, അതോ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ നൽകുന്ന അവസരങ്ങളാണോ പ്രധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെരഞ്ഞെടുത്ത ഒരു രീതിയുണ്ട്. അത് പാർലമെന്ററി സംവിധാനമാണ്, ഒരു ഫെഡറൽ സംവിധാനമാണ്. ആ രീതിയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്ത രീതിയിൽ നമ്മളെ ആരുടെയെങ്കിലും പ്രത്യേകമായിട്ടൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ നിർദ്ദേശം കൊണ്ടുവരുമ്പോൾ അത് യഥാർത്ഥത്തിൽ എതിർക്കപ്പെടണം. ഇതിന്റെ പ്രയോജനം ആർക്കാണ്, മറ്റു കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഊന്നാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ശരി, ശ്രീ ശങ്കുറ്റിദാസ്, ഇതിനുള്ള മറുപടി, അതായത് എന്താണോ ഈ പ്രയോജനമായിട്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അതല്ലല്ലോ കാര്യം. കാരണം ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കാമോ? ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം ഉചിതമായിട്ട് സമയത്ത് അവർക്ക് വിനിയോഗിക്കുവാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനെന്തിനാണ് ഈ വിഘാതമായിട്ട് നിൽക്കുന്നത്? ഈ പണത്തിന്റെയും ഈ ഭരണപരമായ ചെലവിന്റെയും ഒക്കെ കാര്യം പറഞ്ഞത് മനസ്സിലായി. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഞാൻ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായും വളച്ചൊടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു ബാധ്യതയാണെന്നോ, തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമാണെന്നോ, അതൊരു പ്രശ്നമാണെന്നോ, അതുകൊണ്ട് അത് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ആ നയത്തിലല്ല നമ്മൾ ചെയ്തത്. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് ആവർത്തിച്ച് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സങ്കല്പം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിനർത്ഥം തെരഞ്ഞെടുപ്പ് ബാധ്യതയാണ്. ചിലപ്പോ മനുഷ്യൻ വസ്ത്രം ധരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് എന്ന് കരുതി എല്ലാ ദിവസവും ഒരാൾ വസ്ത്രം ധരിക്കുന്നത് ധൂർത്താണെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി വസ്ത്രം മേടിക്കുന്നത് നല്ലതല്ലേ, എല്ലാ ദിവസവും മേടിക്കുന്നത് ധൂർത്താണോ? അങ്ങനെയാണെങ്കിൽ വസ്ത്രം ധരിക്കാതിരുന്നൂടെ? അതൊരു വളരെ അയുക്തികമായിട്ടുള്ള വാദമാണ്. പറഞ്ഞ വാദത്തിന്റെ പ്രിമൈസിനെ മനസ്സിലാക്കാതെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിക്കൽ സർക്കസ് എന്നല്ലാതെ അത്തരം വാദങ്ങൾക്ക് യാതൊരു അടുക്കളയില്ല. തെരഞ്ഞെടുപ്പ് ഇവിടെ കുറയ്ക്കണമെന്നോ തെരഞ്ഞെടുപ്പ് ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതല്ല വാദം.
ഒരേ പോസ്റ്റിലേക്കുള്ള ഡ്യൂപ്ലിസിറ്റി ഓഫ് എലക്ഷൻസ് ആണ്, റിപ്പീറ്റഡ് എലക്ഷൻസ് ആണ്, നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇത് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 3.5 വർഷം കഴിഞ്ഞ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. അത് പക്ഷേ 1.5 വർഷത്തേക്കുള്ള ആയിരിക്കും. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതോടൊപ്പം വീണ്ടും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ല, നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വിഷയത്തെ സമീപിക്കുന്നത് അതിന്റെ ജനറൽ റൂൾ വെച്ചിട്ടല്ല, നിങ്ങൾ അതിന്റെ എക്സെപ്ഷൻ വെച്ചിട്ടാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 വർഷത്തേക്ക് ഒരു സ്ഥാപനത്തെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സങ്കല്പം. അതിന് പലതരത്തിലുള്ള അബറേഷൻ സംഭവിച്ചേക്കാം. യഥാർത്ഥ സങ്കല്പ പ്രകാരം തന്നെ മോഡൽ വർക്ക് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ അത് 1.5 വർഷം കൊണ്ട് കൊളാപ്സ് ചെയ്യാം, 2.5 വർഷമേ അതിൽ ആവശ്യമുണ്ടായുള്ളൂ വരാം. നമ്മളൊരു വിഷയത്തെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ എക്സെപ്ഷൻസിനെ ഒരു വാദമായിട്ട് എടുത്തുകൊണ്ട് ഇതിന്റെ മുകളിൽ മാത്രം ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നത് ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മെച്ചപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, അതല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകർ അദ്ദേഹത്തിന്റെ പക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കുള്ള അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ട സമയം മുതൽ തുടർന്ന് വന്നിരുന്നതും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നുപോയതും ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിരന്തരമായിട്ട് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ ഈ പറയുന്ന മുൻ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് പുനഃസ്ഥാപിക്കേണ്ടതാണെന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അതൊരു ബില്ലായി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് തന്നെ അറിയുന്നത് പോലെ മൊത്തത്തിൽ 80% ആളുകൾ ഇതിനോട് അനുകൂലമായിട്ടൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഒരു പ്രശ്നത്തെ നമുക്ക് യാതൊരു പഴുതുമില്ലാതെ യാതൊരു പ്രശ്നവുമില്ലാതെ അത് വളരെ സ്മൂത്ത് ആയിട്ടൊരു സംഭവമാണെന്നുള്ള വാദം ആർക്കും ഇല്ല. അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രതിസന്ധികളുണ്ട്. ഇപ്പോ ഇതിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ വേണ്ടി വരുമെങ്കിൽ പോലും അതിന് 50% സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷെ 100 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ലോക്കൽ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തേണ്ടി വരികയാണെങ്കിൽ അതിന് 50% സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ വേണം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 30-ന് മേലെ ഭരണഘടനാ ഭേദഗതികൾ നടത്തേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നിലവിലിരിക്കുന്ന പ്രോസസ്സ്, നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻസ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ കോസ്റ്റ് കൊണ്ടാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസി കൊണ്ടാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന പോളിസി പാരാലിസിസ് കൊണ്ടാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന ലെസർ റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ പ്രോസസ്, ആളുകളുടെ പ്രാതിനിധ്യം കുറയ്ക്കുന്ന സംഭവം കൊണ്ടാണെങ്കിലും ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടൊക്കെ ആണെങ്കിൽ പലതരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇത് തിരുത്തണമെന്നൊരു ആവശ്യം ഒരുപാട് കാലമായിട്ടുണ്ട്. ഇത് ഫെഡറൽ തത്വത്തിന് ലംഘനമാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതോ ഒരു കമ്മിറ്റി ഇതിൽ ഗവർണറുടെ റൂൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞതൊക്കെ ഭരണഘടനാ വിരുദ്ധാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഭരണഘടന തന്നെ ഈ തത്വങ്ങൾക്ക് വിരുദ്ധാണെന്ന് പറയേണ്ടി വരും. കാരണം ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അംബേദ്കർ ഉൾപ്പെടെയുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ആർട്ടിക്കിൾ 356 എന്നൊരു പ്രൊവിഷൻ കൊണ്ടുവന്നത്. ആർട്ടിക്കിൾ 356 എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഓഫ് സ്റ്റേറ്റ് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർക്ക് അവിടുത്തെ ഭരണം പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യാം, ഗവർണറുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഭരണം കൈയാളാം എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ഭരണഘടന ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയുമ്പോഴും സുപ്രീം കോടതി ഉൾപ്പെടെ ആ വാദത്തെ ശരിവെക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന പോലെ അതൊരു ആംഫീബിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. യൂണിറ്ററി ഫെഡറൽ പീസ് ടൈംസ്, യൂണിറ്ററി ടഫ് ടൈംസ് എന്നാണ് അതിന് പറയുക. അതിന് ഒരേ സമയം ഫെഡറൽ സ്വഭാവങ്ങളും യൂണിറ്ററി സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഏത് സമയത്തും ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫെഡറൽ സംവിധാനമാണത്. അങ്ങനെയാണ് അതിന്റെ പ്രൊവിഷൻസ് എല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദം ആർട്ടിക്കിൾ 1 എന്താ പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാ പറയുന്നത്. ഷാൾ ബി എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ല, ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ യൂണിറ്ററി നേച്ചറിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഭരണഘടനയിൽ തന്നെ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ് ഇവിടെ? രാഷ്ട്രീയ മീമാംസ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. യഥാർത്ഥം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? വൺ നേഷൻ വൺ ഇലക്ഷൻ. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ പ്രസിഡൻസ് റൂൾ നടത്താമെന്നോ അല്ലെങ്കിൽ ഗവർണർക്ക് ഭരണം കൈയാളാം, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത് ശങ്കു. അതായത് ശങ്കു, ഞാൻ അതല്ല പറഞ്ഞത്. അതായത്
ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ സംബന്ധിച്ച് ലോ കമ്മീഷനും അതുപോലെ പാർലമെന്ററി കമ്മിറ്റിയും നടത്തിയ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഭരണഘടന എന്താണ്, അത് ക്വാസി ഫെഡറൽ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതെല്ലാം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അതുപോലെ മഞ്ജുഷ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ ഉദാഹരണം അദ്ദേഹം ഇത്രയും വാചാലമായിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇലക്ട്രൽ റിഫോംസ് ആണ് വേണ്ടത്. ഇലക്ട്രൽ റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഡോക്ടർ ഗോകുമാറും ശ്രീജിത്തൊക്കെ സംസാരിച്ചത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു. അവർ വളരെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയിപ്പോ അദ്ദേഹം ശംഖു പറയുന്നത് വെച്ചാൽ നമുക്കിനിയും ചർച്ച ചെയ്യാന്നാ പറയുന്നത്. ശംഖു, അതായത് 2013 ആദ്യം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു സിദ്ധാന്തം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്. 11 വർഷം മുമ്പ്, അതായത് 11 വർഷം നിങ്ങൾ മനനം ചെയ്ത്, നിങ്ങൾ ഡിബേറ്റ് ചെയ്ത്, ഡിസ്കോഴ്സിൽ ഏർപ്പെട്ട്, ഒരു കമ്മിറ്റിയെ വെച്ച് ഉണ്ടാക്കിയ ഒരു നിർദ്ദേശത്തിലെ പോരായ്മകളാണ് ഇവിടെ ശ്രീജിത്തും അതുപോലെ ഡോക്ടർ ഗോകുമാറൊക്കെ ചൂണ്ടിക്കാണിച്ചത്. എന്നെ വിട്ടേക്ക്, ഞാനിപ്പോ ഒരു ഇതിനകത്തൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു MP ആണ്, ആ നിലപാട് ഞാൻ എടുക്കുന്നു അറിയുന്നു. അപ്പം അതിൽ തന്നെ അവ്യക്തതകളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ പറയാണ് ഇനിയും ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു മൗഢ്യമായിട്ടൊരു നിർദ്ദേശമല്ലേ? നിങ്ങൾ ഇത്രത്തോളം 11 വർഷക്കാലം ഈ സർക്കാർ പല തലങ്ങളിലും ചർച്ച ചെയ്ത് ഈ പറഞ്ഞ ഈ ഡിസ്കോഴ്സിലൂടെ കടന്നുപോയ ശേഷം ശരിയല്ല. ഒന്നാമത്തെ കാര്യം 2011 മുതൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള 2013 ശ്രീ ശംഖു, അതായത് 2013 അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പാണ് ആദ്യമായിട്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. ഗുജറാത്ത് മുഖ്യമന്ത്രി സമയത്ത് ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അത് കോൺട്രഡിക്ട് ചെയ്തോളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ അല്ലല്ല, ഞാൻ നമ്മൾ തമ്മിലിപ്പോ ഒരു വ്യക്തിപരമായ ഒരു തർക്കത്തിന്റെ പ്രശ്നമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ മഞ്ജുഷേ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ 30 വാർഡിലേക്ക് 40 വാർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. ആരെ ശല്യപ്പെടുത്തിയിട്ടാ? അത് വേണ്ടേ? അതല്ലേ ജനാധിപത്യം. ഒരാൾ കാലുമാറുന്നു, അയാൾക്ക് അയോഗ്യത കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ വിദേശത്ത് പോകുന്നു, ഒരാൾ ജോലി കിട്ടിയിട്ട് രാജിവെക്കുന്നു. അതൊക്കെയല്ലേ ഈ ജനാധിപത്യ പ്രക്രിയയുടെ സചേതനത എന്ന് പറയുന്നത്. ഈ സചേതനതയെ ഇല്ലാതാക്കുന്ന എന്താണ്? ഈ രാഷ്ട്രീയ പാർട്ടികൾ മണി പവറും മസിൽ പവറും ഉപയോഗിച്ച് അതിനെ കറപ്റ്റാക്കുന്നതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. ഉദാഹരണം പറഞ്ഞാല്, ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്നു. ആ പാർട്ടിയുടെ MLA-മാരെ പണം കൊടുത്തു വാങ്ങി വേറൊരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. അതിലെ യഥാർത്ഥ പ്രശ്നങ്ങള് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതല്ലേ. ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് റിസോർട്ടുകളായിട്ട് കുറെ കാലമായില്ലേ? നമ്മുടെ എത്രയോ ഗവൺമെന്റുകൾ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യപ്പെടുന്നത്. ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ വിഷയങ്ങള്. ഈ വിഷയങ്ങളെ ഒന്നും നമ്മൾ വിഷയങ്ങളായിട്ട് കാണുന്നില്ല. അതായത് നമ്മുടെ വികസന പ്രക്രിയ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ സമയം, ഇങ്ങനെ 2-3 കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട്. ശരി ശ്രീ ജോൺ ബ്രിട്ടാസ്. ഡോക്ടർ G. ഗോപകുമാർ, ഇപ്പോൾ ബ്രിട്ടാസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈ ഭരണപരമായ ചെലവ്, ഉദ്യോഗസ്ഥരുടെ അമിതമായ ജോലി ഭാരം, ഇതൊക്കെ അല്ലല്ലോ ശ്രദ്ധിക്കേണ്ടത്. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഇതിനകത്ത് നമ്മൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴേ തന്നെ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. രാഷ്ട്രപതി ഭരണവും ഗവർണർ ഭരണവും നിരന്തരമായി സംസ്ഥാനങ്ങളിലുണ്ടാകാനാണ് പോകുന്നത്. കാരണം ഇതിനകത്തൊരു കൃത്രിമത്വമുണ്ട്. പൊളിറ്റിക്സിനകത്ത് അതിൻ്റെ പ്രായോഗികതയിൽ വരുന്ന ഒരു ഓർഗാനിക് ക്യാരക്ടറുണ്ട്. അത് നശിപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ പ്രസിഡന്റ് ഭരണത്തിന് പോകണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ഭരണത്തിലേക്ക് ഒരു താൽക്കാലിക ഭരണം, ഇവിടെ മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചുള്ള കെയർ ടേക്കർ ഭരണം, അങ്ങനെയൊക്കെ ഭരിക്കാൻ പറ്റുകയാണോ? നേരെ മറിച്ച് 4 വർഷം കഴിഞ്ഞ് പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് മറ്റ് തിരഞ്ഞെടുപ്പിൽ കൂടി പുതിയൊരു ഭരണം വന്ന് അവർക്ക് 5 വർഷം ഇരിക്കാമല്ലോ. പിന്നെ എന്തിനാ 1 വർഷം കഴിഞ്ഞ് ഇലക്ഷന് പോണത്? ഈ നമ്മുടെ ഒരു പാർലമെൻ്ററി സമ്പ്രദായമാണ്, വിവിധ കക്ഷികളുള്ള പാർട്ടി സിസ്റ്റമുള്ള ഒരു സമ്പ്രദായമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായൊരു ഭംഗിയുണ്ട്,
യൂണിയൻ ടെറിട്ടറീസിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ലയിപ്പിച്ച് ഒറ്റ സ്ട്രോക്കിൽ നടത്തും. എനിക്ക് തോന്നുന്നില്ല അത് വിജയിക്കുമെന്ന്. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? താങ്കൾ സംശയിക്കുന്ന ഒരു ലക്ഷ്യം എന്താണ്? എന്തെങ്കിലും ആ ഒരു അജണ്ട ഒളിപ്പിച്ച് കടത്തുന്നതിന് വേണ്ടിയാണ്? അങ്ങനെ ഒരു സംശയം താങ്കൾക്കുണ്ടോ? വാസ്തവത്തിൽ ആ സംശയം ഉണ്ടാകുമായിരുന്നു. ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുകയും 3/2 ഭൂരിപക്ഷം കിട്ടുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിനും ആക്ഷേപത്തിനും കുറച്ചുകൂടി ഒരു സാങ്കത്യമുണ്ട്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴും മുന്നണി ഭരണമാണ്. പ്രത്യേകിച്ച് 2 പാർട്ടികളുടെ പിന്തുണയോടെയാണ് ബി ജെ പി ഭരിക്കുന്നതെന്നുള്ളത്. അവർ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമുണ്ട്, ഗവൺമെൻറ്റിന് സ്ഥിരതയുണ്ട്, അതൊന്നുമല്ല. പക്ഷേ ഒരു പാർട്ടിയെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമായിട്ട് ഇതിനെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പ്രായോഗികമാക്കുന്ന പറയാൻ പറ്റില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കി വന്നു കഴിഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് മാറ്റം വരികയും 5 വർഷം കഴിഞ്ഞൊരു ഭരണം വരികയും ഒരുമിച്ച് ഇലക്ഷൻ ഒരേ സമയം നടക്കുകയും ചെയ്യുമ്പോൾ അന്നത് ചിലപ്പോൾ നമ്മൾ ഇന്ന് ആലോചിക്കുന്ന പോലെയില്ല. അന്ന് ഇത് ബി ജെ പിക്ക് ഒരു കീറാമുട്ടിയായി മാറും. ചിലപ്പോൾ അത് കോൺഗ്രസ് ആയിരിക്കും. ഒരു കാര്യമുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് ഇതിന്റെ ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ട് പോയിട്ട് ഇനിയും ചർച്ച നടത്തുമെന്ന് പറയുന്നത് മൗഢ്യമാണെന്ന്. പക്ഷെ അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നില്ലേ? കാരണം ഇനിയും ഇതിന്മേൽ ചർച്ചകളുണ്ട് ഈ ഡ്രാഫ്റ്റ് ബില്ലിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്. തീർച്ചയായിട്ടും ചർച്ചകൾ ഇനിയും വേണം, സംശയമൊന്നുമില്ല. ഇപ്പോൾ ലോ കമ്മീഷൻ ചെയർമാനായിരുന്ന എസ് ചൗഹാൻ തന്നെ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇതിനെക്കുറിച്ച് മാധ്യമരംഗത്തും ചർച്ചകൾ വന്നിട്ടുണ്ട്, പൊതുമണ്ഡലത്തിലും വന്നിട്ടുണ്ട്. നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ ശരാശരി വോട്ടറുടെ മനസ്സിൽ കാണണം. ശരാശരി വോട്ടർ അവൻ നിരക്ഷനാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കോമൺ സെൻസ് ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്. ഒരുപക്ഷെ ഏകാധിപത്യത്തിനെതിരായി വോട്ട് ചെയ്തു, അടിയന്തരാവസ്ഥയ്ക്കെതിരായി വോട്ട് ചെയ്തു, അതങ്ങനെ തുടങ്ങി ഒരുപാട് കോമൺ സെൻസിൽ ഫാക്ടറുണ്ട്. പക്ഷേ എന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അസംബ്ലിയുടെയും പാർലമെൻറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറി അജൻഡാസിനെ ഒരുമിച്ച് ഒറ്റ സ്ട്രൈക്കിൽ കൊണ്ടുവരുന്നു. കാരണം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കും. അതല്ലെങ്കിൽ വ്യക്തമായിട്ട് ആൾക്കാർക്ക് അറിയണം. പക്ഷേ നമ്മൾ നേരത്തെ ഈ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 95 കഴിഞ്ഞ് തുടർച്ചയായിട്ടില്ല, 96, 96 വന്നു, 96, 99 അടുപ്പിച്ച് നടന്നു. ആ സമയത്തൊക്കെ ഇത് എന്തിനാണ് ഇത്രയും തെരഞ്ഞെടുപ്പുകൾ കെട്ടി ഏൽപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് 5 വർഷത്തെ ഇടവേളകളിൽ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ലോക്സഭയിലേക്കും അങ്ങനെയാണ്, ഡെമോക്രസി മെച്ചൂറായി വരികയാണ്. ഇപ്പോൾ ഈ തിരിച്ചു പോകണം എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലായി പോകില്ല. ഇപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ 5 വർഷം എന്നുള്ളത് എന്തിനാണ്? ഇടയ്ക്കൊരു ബ്രേക്ക് വരികയാണെങ്കിൽ, ഒരു അവിശ്വാസ പ്രമേയോ മറ്റോ വന്നു കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നു, പിന്നെയും അധികാരത്തിൽ അടുത്ത സർക്കാർ കയറുന്നു. അങ്ങനെ ആകുമ്പോൾ അത് പുറകോട്ട് പോകൽ പോലെയാകില്ലേ? അങ്ങനെ സാധാരണ ജനങ്ങൾ അങ്ങനെ സംശയിക്കില്ലേ സാർ? കാരണം തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന രീതിയിൽ സംശയിച്ചു പോകില്ലേ? അതിനേക്കാൾ നല്ലത് ഇതുപോലെ ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം എന്നുള്ളത് പോരെ എന്നും ചിന്തിക്കില്ലേ? അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇപ്പോഴെന്തുകൊണ്ടാണ് NDA ഗവൺമെൻറ് തിരിച്ചു വന്നത്? എനിക്ക് യാതൊരു സംശയമില്ല, ജനങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയേക്കാൾ സുരക്ഷിതത്വമുള്ളത് ജനാധിപത്യത്തിൽ NDA മുന്നണിക്കാണെന്നുള്ള കോമൺ സെൻസ് വോട്ടറിന് ഉള്ളതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി മെച്ചുറായി വരുന്നൊരു സമയത്ത് കൃത്രിമമായ ഒരു ആശയം നമ്മൾ അടിച്ചേൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭരണത്തിനും ഗവർണർ ഭരണത്തിനും, വാസ്തവത്തിൽ SR ബൊമ്മെ കേസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് സംസ്ഥാനങ്ങളുടെ പ്രാധാന്യത്തെ കുറച്ച് കാണരുത്. നമ്മളൊരു അർത്ഥ ഫെഡറലാണോ എന്നുള്ള, സംസ്ഥാനങ്ങളൊരു എൻറ്റിറ്റിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രിയേഷനാണ്, ഭരണഘടന സൃഷ്ടിച്ചതാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ നാളെ ഇപ്പോൾ അമെൻഡ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടായെന്നിരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം സംസ്ഥാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല, ഓൺലി ദേശീയ ആശയങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നുള്ള. ഈ ദേശീയ ആശയം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഒരു യുദ്ധം വന്നാൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയം മാറില്ലേ? ഞാൻ ഓർക്കുന്ന ഒരു രംഗം വളരെ പെട്ടെന്ന് ഞാൻ പറയാം. 84 ഇന്ദിരാഗാന്ധി മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വരുമായിരുന്നു. പിന്നീട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചന്ദ്രശേഖരനടുത്ത് അന്നത്തെ പത്രക്കാരെല്ലാവരും കൂടെ ചെന്ന് ചോദിച്ചു, നിങ്ങളുണ്ടാക്കിയ വലിയൊരു മുന്നണി ഉണ്ടായല്ലോ, എന്ത് പറ്റി? വളരെ ദയനീയ പരാജയം, കോൺഗ്രസിന് 404 സീറ്റ് എന്തോ കിട്ടി. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പഴയ പ്രധാനമന്ത്രിയായ, പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായി, ചന്ദ്രശേഖർ പറഞ്ഞ ഒറ്റ വാക്കാണ്, The fate of the opposition was sealed on the day Mrs. Gandhi was shot. ഒരൊറ്റ സംഭവമാണ് ഈ രാഷ്ട്രീയത്തെ മാറ്റിയത്.
അപ്പോൾ അങ്ങനെ രാജ്യത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഭവം ചെറിയൊരു ഈ രാജ്യത്തെ മുഴുവൻ മാറ്റിയെടുക്കുന്ന ഒരു കൃത്രിമത്വം ഉണ്ട് അതിനകത്ത്. ശരി, ശ്രീജിത് പണിക്കർ, ഇത് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. ഈ 2029, അതായത് ഈ ലോക്സഭയുടെ കാലാവധി തീരുന്ന 2029 നടപ്പാക്കി തുടങ്ങുമെന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു അനുമാനം. പക്ഷേ അത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ്. ഏത് വർഷം നടപ്പിലാക്കണം എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കട്ടെ എന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ മറ്റൊന്നു കൂടിയുണ്ട്. ഇപ്പോൾ 2026 കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കേരള നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിട്ട് അവിടെ ചുരുങ്ങും. ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഈ തുടക്ക സമയത്തല്ലേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അങ്ങോട്ട് അത് 2029 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 2034, അങ്ങനെ ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയില്ലേ? ആ രീതിയിലും ചിന്തിച്ചുകൂടെ? അല്ല, ഐഡിയലി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് അത്രത്തോളം വൈബ്രന്റും അത്രത്തോളം വോളട്ടൈലും ഡൈനമിക്കും ആയതുകൊണ്ട് പല രീതികളിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലത്ത്, കഴിഞ്ഞ ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 30 വർഷ പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഉണ്ടായിരുന്ന പല ഭരണമാറ്റങ്ങളുടെയും പല പ്രതിസന്ധികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണം എല്ലാം ഒരു ഭാഗത്തുണ്ടായിരുന്നത് ഒരു പക്ഷേ ചെറിയ ചെറിയ പാർട്ടികളാണ്. ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണ അല്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുക, അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ കൂട്ടമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവുക, നേരത്തെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ റിസോർട്ട് പൊളിറ്റിക്സിന്റെ ഒക്കെ ആവശ്യമുണ്ടാവുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ട്രെൻഡായിട്ട് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സാധ്യത നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു 1 നേഷൻ 1 ഇലക്ഷൻ ആയിട്ട് മാറുകയും ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ബൈ ഇലക്ഷൻ വേണ്ടി വരുന്ന ഒരു നെസസിറ്റി ഉണ്ടാവുകയും ചെയ്താൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പണമില്ലാത്ത ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ അപ്രസക്തമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ചെറിയ പാർട്ടികൾക്ക് പലപ്പോഴും വലിയേട്ടൻ പാർട്ടികൾ ഉണ്ടാകേണ്ടതായി വരും. അവരുടെ പിന്തുണയില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പോലും സാധ്യമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും അതുവഴി രൂപീകരിക്കപ്പെടുന്ന പുതിയ സർക്കാരിന് 1 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം തന്നെ അവിടെ മുടക്കേണ്ടുന്ന തുക, ഓരോ സ്ഥലത്തും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുടക്കേണ്ടുന്ന തുക, പ്രചരണത്തിന് വേണ്ടി മുടക്കേണ്ടുന്ന തുക എന്നൊക്കെ പറയുന്നത് 1 വർഷ കാലയളവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് നമ്മൾ ഈ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ മുതലാകില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തന്നെ എത്രയോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. നിരവധി കേരള കോൺഗ്രസുകളുണ്ട്, RSP ഉണ്ട്, അങ്ങനെ എത്രയോ ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തേക്ക് 1.5 വർഷത്തേക്ക് ഇത്രയും വലിയ തോതിലേക്ക് പണം പമ്പ് ചെയ്യാൻ കഴിയുമോ? അപ്പൊ പിന്നെ എന്ത് പറ്റും? ഇവർക്ക് അവരുടെ പല പോളിസികളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആ മുന്നണിയിലോ ഈ മുന്നണിയിലോ ഉള്ള ഒരു വലിയേട്ടൻ പാർട്ടിയെ കണ്ടെത്തുകയും അവരുടെ ചിറകിന് കീഴിൽ അഭയം പ്രാപിക്കുകയും അവർ പറയുന്നത് പോലെ എല്ലാത്തിനും മൂടി നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഒരു എക്സെപ്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു അബറേഷൻ ആണ് എന്ന് പറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടേതുപോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം പറയുന്ന ഒരു പാർട്ടിയുടെ നിലനിൽപ്പിനെ ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു കാതലായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, നമ്മളിപ്പോൾ ഈ പറഞ്ഞു, അത് വീണ്ടും ഒരു അബറേഷനാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുക, എവിടെയെങ്കിലും രാഷ്ട്രപതി ഭരണം ഉണ്ടാവുക അല്ലെങ്കിൽ ഗവർണർ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഈ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ എക്സെപ്ഷണൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് ബൈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബൈ നോം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഉണ്ടാകാൻ പറ്റുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് പണമുള്ള സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് നിലവിലുള്ള ഒരു സർക്കാരിനെ അട്ടിമറിക്കുക വഴി അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് അവിടുത്തെ ഉള്ള പോളിസി മേക്കിങ്ങും മറ്റുമെല്ലാം കേന്ദ്രം നേരിട്ടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതുവഴി കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരാം, കൂടുതൽ പണം അവിടേക്ക് പമ്പ് ചെയ്യാം, അവിടെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു ഫ്രീ ബി പൊളിറ്റിക്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയും അതെല്ലാം തന്നെ ആ സമയത്ത് ഭരിക്കുന്നത് BJP ആകാം, കോൺഗ്രസ് ആകാം, ഏത് പാർട്ടിയുമാകാം, അവരുടെ ഒരു വലിയൊരു ബെനവലൻസിന്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ അവിടെയുള്ള നല്ല ബെനിഫിറ്റുകൾ കിട്ടുന്നത് എന്ന രീതിയിലത്തേക്ക് ഒരു പ്രതീതി കൊണ്ടുവന്നാൽ പിന്നീട് നടക്കുന്ന ഒരു ജനറൽ ഇലക്ഷനിൽ ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യും? അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന രീതിയിൽ നിന്ന് പരിവർത്തനം ചെയ്യിപ്പിക്കാൻ നിലവിലുള്ള ഒരു സിറ്റുവേഷന് സാധിക്കും എന്നുള്ളത് ജനാധിപത്യത്തിന് ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അതിൽ അബറേഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബറേഷനാണ്. ഇപ്പോൾ നമ്മൾ 28 സംസ്ഥാനങ്ങളുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ബൈ ഇലക്ഷൻ ഒരു 3-4 വർഷം കഴിയുമ്പോൾ വരുന്നത് ചിലപ്പോൾ 3-4 സംസ്ഥാനങ്ങളിലായിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെലവിന്റെ കാര്യത്തിലൊന്നും തന്നെ ഒരിക്കലും അവിടെ നടക്കുന്ന 1 വർഷത്തെ പീരീഡിലേക്ക് നടക്കുന്ന ഒരു റീഇൻവെസ്റ്റ്മെന്റ് പോലും മൊത്തത്തിലുള്ള ചെലവിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ 3-4 സംസ്ഥാനങ്ങളിലുള്ള ചെറിയ പാർട്ടികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രതിസന്ധിയിലാകുന്നുണ്ടെങ്കിൽ
അതിനർത്ഥം അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നേരിടുന്നു എന്നാണ്. അതിനെ എങ്ങനെ മറികടക്കാം? അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പണം ചെലവാക്കുക എന്നുള്ളതും പദ്ധതി നടപ്പാക്കുന്നതിലെ കാലതാമസം വൈകിപ്പിക്കുക അല്ലെങ്കിൽ ആ കാലതാമസം കുറയ്ക്കുക എന്നുള്ളതുമാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എങ്കിൽ മറ്റുള്ള നിർദ്ദേശങ്ങളും കൊണ്ടുവരാമല്ലോ. അപ്പൊ അത് നമ്മൾ ഈ ഒറ്റ ഷോട്ടിൽ എല്ലാ തെരഞ്ഞെടുപ്പും കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊണ്ടുവരാം, മറ്റു നിർദ്ദേശങ്ങൾ കൂടി വരാം. എന്തായാലും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അല്ലേ, അത് എന്തായാലും ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഡ്രാഫ്റ്റ് ബിൽ ആകുന്ന സമയം ആ സമയത്ത് കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്ര തീരുമാനത്തോട് യോജിപ്പുണ്ടോ എന്നായിരുന്നു ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം. യോജിപ്പുണ്ടെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.